ഹല്ലേലൂയ. കർത്താവിൽ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ആദ്യമേ തന്നെ നമ്മുടെ അമ്മ മാതാവിൻ്റെ സ്വർഗാരോപണ തിരുനാളിൻ്റെ എല്ലാ നന്മകളും ഒത്തിരിയേറെ സ്നേഹത്തോടെ എൻ്റെ സഹോദരി സഹോദരങ്ങൾക്ക് ആശംസിക്കുകയാണ്. ഈ 1 മണിക്കൂർ സമയം നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിന് വേണ്ടി, ഭാരത സഭയ്ക്ക് വേണ്ടി, ഭാരത ഗവൺമെൻറ്റിന് വേണ്ടി, ഭാരത ജനതയ്ക്ക് വേണ്ടി ഭാരതത്തിൻ്റെ മേൽ ദൈവകൃപ നിറഞ്ഞൊഴുകുവാൻ ഒരു മനസ്സോടെ നമ്മൾ 10,000 ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യം കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടും. ആമോസ് പ്രവചനം 9-ാം അധ്യായം 8-ാം വചനത്തിൽ വളരെ മനോഹരമായൊരു പ്രവചന സന്ദേശമാണിത്. ഓരോ രാജ്യത്തിൻ്റെ മേലും നമ്മുടെ കർത്താവിൻ്റെ കണ്ണുകളുണ്ട്. കർത്താവിൻ്റെ നയനങ്ങൾ ലോകരാജ്യങ്ങളുടെ മേലുണ്ട്. നമ്മുടെ രാജ്യമായ ഭാരതത്തിൻ്റെ മേലും ദൈവത്തിൻ്റെ കണ്ണുകളുണ്ട്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചിന്തിക്കുകയാണ്, വിശുദ്ധ ബൈബിളിൽ മറ്റനേകം രാജ്യങ്ങളുടെ പേരുകളില്ല. ഇന്ന് ലോകത്തിൽ വൻപന്മാരെന്ന് കരുതുന്ന പല രാജ്യങ്ങളുടെ പേരും വിശുദ്ധ ബൈബിളിൽ ഇല്ല. എന്നാൽ നമ്മുടെ മാതൃരാജ്യമായ ഭാരതത്തിൻ്റെ പേര് 6 പ്രാവശ്യം വേദപുസ്തകത്തിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിരിക്കുകയാണ്. 6 പ്രാവശ്യം ഇന്ത്യ, 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 ഇന്ത്യ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് കർത്താവിൻ്റെ ഹൃദയത്തിൽ ഭാരത രാജ്യമുണ്ടായിരുന്നു. ഈ രാജ്യത്തെക്കുറിച്ച് കർത്താവിന് ഒത്തിരി സ്വപ്നങ്ങളുണ്ട്. ദൈവത്തിൻ്റെ പദ്ധതികൾ, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ, ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മുടെ രാജ്യത്തിൻ്റെ മേൽ നിറവേറപ്പെടുവാൻ, സമാധാനമുണ്ടാകാൻ, ഐശ്വര്യമുണ്ടാകാൻ, ഐക്യമുണ്ടാകാൻ, സ്നേഹം വളരുവാൻ, അതുപോലെ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലേക്കും, ഭാരതത്തിലെ എല്ലാ കർഷകർക്ക് വേണ്ടി, നമ്മുടെ നാവികസേനയ്ക്ക് വേണ്ടി, കരസേനയ്ക്ക് വേണ്ടി, വ്യോമസേനയ്ക്ക് വേണ്ടി, ഭാരത രാജ്യത്തിൻ്റെ അഡ്മിനിസ്ട്രേഷൻ വകുപ്പുകൾക്ക് വേണ്ടി എല്ലാം നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ കൃപ ശക്തമായി ഒഴുകപ്പെടും. ഇത് ഈശോയുടെ ആഗ്രഹമാണ്. നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. രാജ്യസ്നേഹവും ദേശബോധവും നമ്മിൽ ഉണ്ടാകുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. വിശുദ്ധ പൗലോസ് സഭയെ പഠിപ്പിക്കുകയാണ്. തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനമാണ്. തിമോത്തിയോസിന് എഴുതിയ 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധാപൂർവം ഒന്ന് കേൾക്കാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തെയും അവന്റെ സന്നിധിയിൽ നാം സമ്മേളിക്കുന്നതിനെ പറ്റിയും നമുക്ക് തിമോത്തിയോസിന് 2-ാമത്തെ ലേഖനം, 2 തിമോത്തി, അവിടെ 2-ാം ലേഖനത്തിലെ ഈശോയെ 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 നന്ദി, ഈശോയെ നന്ദി. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തിമോത്തിയോസിന് എഴുതിയ 1-ാം ലേഖനം 2-ാം അധ്യായം, 2-ാം ലേഖനം അല്ല 2-ാമത്തെ അധ്യായമാണ് കേട്ടോ, അപ്പോൾ തിമോത്തിയോസിന് 1-ാമത്തെ ലേഖനം 2-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മാധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാരസ്മരണകളും അർപ്പിക്കണമെന്ന് ഞാൻ ആദ്യമേ ആഹ്വാനം ചെയ്യുന്ന സഭാ മക്കളോട്, ദൈവജനത്തോട് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എല്ലാവർക്കും വേണ്ടി, ലോകത്തിന് വേണ്ടി, സകല മനുഷ്യർക്ക് വേണ്ടി, എല്ലാ ജനപദങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ധാരാളം മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം, ഉപകാരസ്മരണകൾ ഉയർത്തണം. ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. 2-ാം വചനത്തിൽ എന്താ കാണുന്നത്? എല്ലാ ഭക്തിയിലും, ഇത് ഭക്തിയിലും വിശുദ്ധിയിലും ശാന്തവും സമാധാനപൂർണവുമായ ജീവിതം നയിക്കാൻ നമുക്കിടയാകത്തക്ക വിധം രാജാക്കന്മാർക്ക് ആരാണ് ഇന്നത്തെ രാജാക്കന്മാരെ? രാജ്യത്തിൻ്റെ പ്രസിഡന്റ്മാരെ, പ്രധാനമന്ത്രിമാരെ, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരികളാണ്.
ദൈവത്തിന് ആത്മാവ് പറയാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് കർത്താവിൻ്റെ തിരുഹിതമാണ്. ഹല്ലേലൂയ. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണകൂടങ്ങൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെന്റിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതിയാണ്. രാജാക്കന്മാർക്ക് വേണ്ടിയും ഉന്നത സ്ഥാനീയര്, മന്ത്രിമാര്, അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് വകുപ്പ് മേധാവികള്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മേധാവി, ഇങ്ങനെ ഒരുപാട് വകുപ്പുകളുടെ നിയമനിർമ്മാണ സഭയിൽ അംഗങ്ങള്, ജുഡീഷ്യറി, പോലീസ് വകുപ്പുകള് എന്ന് വേണ്ട നൂറുകണക്കിന് വിവിധങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദം ഭാരതത്തിലുണ്ട്, നമ്മുടെ രാജ്യത്തിനുണ്ട്. ഇവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പരിശുദ്ധാത്മാവ് പറയുകയാണ്. ഉന്നത സ്ഥാനീയർക്ക് വേണ്ടി ഇപ്രകാരം തന്നെ ചെയ്യേണ്ടതാണ്. ഇപ്രകാരം തന്നെ ചെയ്യണം. എന്ത്? മധ്യസ്ഥ പ്രാർത്ഥന നടത്തണം. രാജ്യം അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ, രാജ്യം സമാധാനത്തിൽ നിറയണമെങ്കിൽ, രാജ്യത്തിന് മേൽ ദൈവശക്തി ഇറങ്ങണമെങ്കിൽ, നമ്മുടെ രാജ്യത്ത് പുരോഗമനവും വളർച്ചയും ഐശ്വര്യവും ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന് ആത്മാവ് പറയുക, ഇതുപോലെ ദൈവജനം പ്രാർത്ഥിക്കണം. രാജ്യത്തിന് അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, സകല വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇത് ദൈവത്തിന്റെ മുൻപിൽ ഉത്തമവും നമ്മുടെ രക്ഷകനായ ദൈവത്തിന്റെ മുൻപിൽ സ്വീകാര്യവുമത്രേ. ഹല്ലേലൂയ. അപ്പൊ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, നമ്മുടെ രാജ്യത്തിന് അധികാരികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന കർത്താവിന്റെ ഹൃദയത്തെ ഒരുപാട് ആനന്ദിപ്പിക്കുന്നുവെന്ന് ദൈവത്തിന്റെ വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. എൻ്റെ സഹോദരരെ, നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത്, ലോകരാജ്യങ്ങളെ നിയന്ത്രിക്കുന്നത് ദൈവമായ കർത്താവാണ്. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ ആര് ഭരിക്കണം, ഇവിടെ ആരാണ് ഭരണം നടത്തേണ്ടത്. നമ്മൾ മാനുഷികമായി ചിന്തിക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികളാണ് നമുക്ക് തോന്നും. എന്നാൽ ഇതിൻ്റെ എല്ലാം പുറകിൽ സർവാധിപത്യമുള്ള സർവശക്തനായ ദൈവത്തിൻ്റെ അത്ഭുത കരങ്ങളുണ്ട്. ദാനിയേൽ പ്രവചനം 4-ാം അധ്യായം 25-ാം വചനത്തിൽ എന്താണ് പരിശുദ്ധാത്മ പറയുന്നത്? അപ്പോൾ അത്യുന്നതനാണ് മനുഷ്യരുടെ രാജ്യത്തെ ഭരിക്കുന്നതെന്നും, അത്യുന്നതനായ ദൈവമാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നത്. അപ്പൊ ലോകരാജ്യങ്ങളെ ഭരിക്കുന്നത് ആരാണ്? ദൈവമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരങ്ങൾ ഇതിന്റെ പുറകിലുണ്ട്. സർവജ്ഞാനിയായ, സർവശക്തനായ, സർവാധിപനായ ദൈവമായ കർത്താവാണ് മനുഷ്യരുടെ രാജ്യങ്ങളുടെ മേൽ ഭരണം നടത്തുന്നത്. ഹല്ലേലൂയ. ദൈവമാണ് തീരുമാനിക്കുന്നത് ഇവിടെ ഏത് ഗവൺമെന്റ് വരണം, ഇവിടെ ഏത് പാർട്ടി വരണം. അപ്പൊ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഭാരത രാജ്യത്ത് നാം ആയിരിക്കുന്ന ഇപ്പോഴത്തെ ഗവൺമെന്റ് ദൈവം നമുക്ക് തന്നത് തന്നെയാണ്. നമ്മൾ ആരും സംശയിക്കേണ്ട, ആർക്കതിൽ സംശയം വേണ്ട. ദൈവം അറിയാതെ, ദൈവം അനുവദിക്കാതെ സംഭവിക്കില്ല ദൈവമക്കളെ. അപ്പോൾ നമ്മൾ സ്നേഹിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ അധികാരികൾക്ക് വേണ്ടി, നമ്മുടെ രാജ്യത്തിൻ്റെ ഗവൺമെന്റിന് വേണ്ടി സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. ദൈവമാണ് മനുഷ്യരുടെ രാജ്യങ്ങളെ ഭരിക്കുന്നത്. തുടർന്ന് താൻ ഇച്ഛിക്കുന്നവർക്ക്, കണ്ടു, ദൈവം താൻ ആഗ്രഹിക്കുന്നവർക്ക് അവിടുന്ന് രാജ്യം കൊടുക്കുമെന്നും, അവിടുന്ന് രാജ്യം കൊടുക്കും. അവരെ ഭരിക്കുവാൻ 5 വർഷമാകാം, 10 വർഷമാകാം, 3 വർഷമാകാം, 2 വർഷമാകാം, 15 വർഷമാകാം. താൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ രാജ്യങ്ങൾ ഭരിക്കുവാൻ ദൈവം ഏൽപ്പിച്ചു കൊടുക്കുന്നു. അപ്പൊ ദൈവമാണ് ഇതിന്മേൽ വാഴുന്നത്. ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് ദാനിയേലിന്റെ പ്രവചനം 2:21 വീണ്ടും പരിശുദ്ധാത്മ ഉറപ്പിക്കുകയാണ്. ഞാൻ എന്തിനീ വചനം പറയണമെന്നറിയോ? എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ സ്നേഹത്തോടെ പ്രാർത്ഥിക്കണം. പലപ്പോഴും നമ്മൾ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ ദിവസങ്ങളിലെ കഞ്ചിക്കോട്ടെ റാണി ചേച്ചിയിലൂടെ അമ്മ മാതാവ് കൊടുത്ത സന്ദേശങ്ങൾ നിങ്ങൾ പലരും കേട്ട് കാണും. ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അമ്മ മാതാവ് വലിയ സ്നേഹത്തോടെ തന്നെ കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഇത് സ്വർഗത്തിന്റെ പദ്ധതിയാണ് പ്രിയപ്പെട്ടവരെ. എന്താ വചനം പറയുന്നത്? സമയങ്ങളുടെയും കാലങ്ങളുടെയും മാറ്റം അവിടുന്ന് നിശ്ചയിക്കുന്നു. ദൈവമാണ് മാറ്റങ്ങൾ, ഗവൺമെന്റുകളെ മാറ്റുന്നത്. ദൈവമാണ് ഇവിടെയുള്ള ഭരണ സംവിധാനങ്ങളെ മാറ്റുന്നത്.
ചിലപ്പോൾ വേറൊരു ഗവൺമെന്റ് വരുന്നു, പിന്നെ വേറൊരു ഗവൺമെന്റ് വരുന്നു. ഇതിന്റെ പുറകിൽ ആരാ? ദൈവത്തിന്റെ കരങ്ങളാണ്. വീണ്ടും രാജാക്കന്മാരെ നീക്കുന്നത്. കണ്ടോ, രാജാക്കന്മാരെ നീക്കുന്നത്. ഞാൻ പറഞ്ഞു, ഇന്നത്തെ രാജാക്കന്മാരാരാ? നമ്മുടെ അധികാരികളാണ്, രാജ്യത്തിന്റെ അധികാരികളാണ്. അപ്പോൾ ഗവൺമെന്റുകളെ നീക്കുന്നതും ഭരണകൂടങ്ങളെ നീക്കുന്നതും വീണ്ടും അവരെ അതേ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് ആരാ? മനുഷ്യരല്ല, അത് സ്വർഗത്തിലെ ദൈവമാണ്. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ കർത്താവിന്റെ മനസ്സറിഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ആലോചനയിൽ ഞാനും നിങ്ങളും സ്നേഹത്തോടെ, ഹൃദയഭാരത്തോടെ, ചങ്കുപൊട്ടി നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാരത രാജ്യം, ഭാരത സഭ, ഭാരത ഗവൺമെന്റ്, ഭാരത ജനതയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ആയിരിക്കുന്നിടത്ത് നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് നമ്മുടെ രാജ്യത്തിന് മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരാൻ വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് നമ്മൾ ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയാണ്. ദിവ്യകാരുണ്യ നാഥന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ രാജ്യത്തിന് വേണ്ടി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, ഇവിടുത്തെ ഓരോ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി, അതുപോലെ കർഷകർക്ക് വേണ്ടി, നമ്മുടെ പട്ടാളക്കാർക്ക് വേണ്ടി, ഡോക്ടേഴ്സിന് വേണ്ടി, നഴ്സസിന് വേണ്ടി, സയന്റിസ്റ്റുകൾക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി, അഡ്മിനിസ്ട്രേഷൻ സെക്ഷന് വേണ്ടി, എല്ലാം നമ്മൾ തീക്ഷണതയോടെ പ്രാർത്ഥിക്കാൻ പോവാ. നമുക്ക് ആത്മാവിനെ വിളിക്കാം. പരിശുദ്ധാത്മാവേ വരണമേ, ഭാരത രാജ്യത്തിന്റെ മേൽ വരണമേ, ഭാരത സഭയുടെ മേൽ വരണമേ, ഭാരത ജനതയുടെ മേൽ വരണമേ, ഭാരത ഗവൺമെന്റിന്റെ മേൽ വരണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ രാജ്യത്തിന് സമാധാനം നൽകണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ രാജ്യത്തിന് ഐശ്വര്യം നൽകണമേ, അനുഗ്രഹം നൽകണമേ, വളർച്ച നൽകണമേ, പുരോഗതി നൽകണമേ. മഹാമാരിയുടെ ഈ നാളുകളിൽ ഞങ്ങളുടെ രാജ്യത്തെ മറ്റെല്ലാ രാജ്യങ്ങളെയും പരിശുദ്ധാത്മാവേ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ശക്തിയോടെ നമ്മൾ ഒരുമിച്ച് ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ. വിളിച്ച് പ്രാർത്ഥിക്കുക. ദൈവശക്തി ഇറങ്ങട്ടെ, ദൈവത്തിന്റെ കാറ്റടിക്കട്ടെ, ദൈവത്തിന്റെ തീ കത്തട്ടെ, എല്ലാ തലങ്ങളിലേക്കും ദൈവകൃപ നിറഞ്ഞൊഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വെൽക്കം ഹോളി സ്പിരിറ്റ്, വെൽക്കം ഹോളി സ്പിരിറ്റ്. ആത്മാവേ, pray for our nation. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയം. ദാഹത്തോടെ പ്രാർത്ഥിക്കാം. ഈശോ, ഈശോ, ഈശോ. പരിശുദ്ധാത്മാവേ പരന്നിറങ്ങേണമേ, അഭിഷേകം ചെയ്തെന്നെ ശക്തിയാൽ നിറയ്ക്കണമേ. നമ്മുടെ ഭാരത രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു പാടി. Come Holy Spirit, come Holy Spirit. ഞങ്ങൾ രാജ്യത്തെ അനുഗ്രഹിക്കണമേ. Bless Lord. അസ്വസ്ഥകൾ മാറ്റണമേ, വർഗീയതകൾ മാറ്റണമേ, വിഭാഗീയ ചിന്തകൾ മാറ്റണമേ, മറ്റെല്ലാ ദുരിതങ്ങളിൽ വിടുവിക്കണമേ. ഓ വെൽക്കം ഹോളി സ്പിരിറ്റ്. വരിക പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. ഞങ്ങൾ രാജ്യത്തിന് സമാധാനം അരുളണമേ. അനുഗ്രഹത്തിന്റെ അഭിഷേകം, കൃപയുടെ അഭിഷേകം, സമാധാനത്തിന്റെ അഭിഷേകം, സ്നേഹത്തിന്റെ അഭിഷേകം, കൂട്ടായ്മയുടെ അഭിഷേകം, ഒന്നിപ്പിന്റെ അഭിഷേകം ഭാരത രാജ്യം മുഴുവൻ നിറഞ്ഞൊഴുകട്ടെ. സ്പിരിറ്റ് മൂവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീസസ്, ജീസസ്, ജീസസ്. Live inside of me. പരിശുദ്ധാത്മാവേ, അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ മാതൃരാജ്യത്തെയും ഭാരത സഭയെയും ഭാരത ഗവൺമെന്റിനെയും ഭാരതത്തിലെ എല്ലാ ജനങ്ങളെയും അമ്മയ്ക്ക് ഞങ്ങൾ സമർപ്പിക്കുകയാണ്.
സമാധാനവും സ്നേഹവും ഐക്യവും ഒന്നിപ്പും കൂട്ടായ്മയും ഭാരതം മുഴുവൻ നിറയുവാൻ അമ്മ മാതാവേ പ്രാർത്ഥിക്കണമേ. തുടർന്ന് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് ഒരുങ്ങുകയാണ്. ബഹുമാനപ്പെട്ട ഫ്രാൻസിസ് കർത്താനച്ചൻ ശക്തമായ ദൈവത്തിൻ്റെ ആത്മാവിയ നാളുകളിൽ തൻ്റെ ജനത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തനാണ്. നമുക്ക് ഒത്തിരി ഭയഭക്തിയോടെ എല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്നു. നമ്മുടെ രാജ്യത്തിന് വേണ്ടി പ്രയർ ഫോർ അവർ നേഷൻ, നമ്മുടെ രാജ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കണ്ണുനീരോടെ തീഷ്ണതയോടെ മുട്ടുകുത്തി ആരാധന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥ അംഗിക്കാരാധന, ദൈവപുത്രാംഗിക്കാരാധന, യേശുനാഥ അംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാം അംഗിക്കാരാധന. ഹോശാന ഹല്ലേലൂയ, 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 ഹോശാന ഹല്ലേലൂയ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. പ്രിയപ്പെട്ട ദൈവജനമേ, ദൈവം ഒരുക്കിയ അനുഗ്രഹത്തിൻ്റെ സമയത്തിലാണ് നാം എല്ലാവരും. ഭാരത ജനതയ്ക്കു വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അഭിമാനത്തോടുകൂടെ പങ്കെടുക്കാം. കാരണം ഭാരതത്തിലെ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം. ദൈവം നമുക്ക് വസിക്കുവാൻ ഒരുക്കിയിരിക്കുന്ന ഈ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ഈ ദേശത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങൾ വർഷിക്കും. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിലെ അംഗങ്ങളാണ് നമ്മൾ ഓരോരുത്തരും. ജനസംഖ്യാ കണക്കെടുപ്പിലെടുത്ത് നോക്കിയാൽ ലോകത്തെ രണ്ടാമത്തെ രാജ്യമാണ്. പ്രിയപ്പെട്ടവരെ, എത്രമാത്രം വ്യത്യസ്തതകൾ ചേർന്ന ഈ രാജ്യം ദൈവം തെരഞ്ഞെടുത്ത ഒരു രാജ്യമാണ്. ഈ രാജ്യത്തിലെ ജനത സുരക്ഷിതരായിരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓഗസ്റ്റ് മാസം ഈ 15-ാം തീയതി പരിശുദ്ധ അമ്മയുടെ തിരുനാളിനോട് ചേർന്ന് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കു വേണ്ടി. വളരെ പ്രത്യേകമായി ദൈവം ഈ ശുശ്രൂഷയിലൂടെ നമ്മുടെ ദേശത്തിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെടുമ്പോൾ നമ്മൾ ഒരു കാര്യം മറക്കരുത്. ഇന്ന് പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ എന്നാണ് പ്രാർത്ഥിക്കുക? കാരണം മഹാമാരി അത്രമാത്രം സങ്കടകരമായ ഒരു അനുഭവം സമ്മാനിച്ചിരിക്കുന്ന കാലഘട്ടം. സാമ്പത്തികമായും മറ്റു പലതരത്തിലും ജീവിതത്തിൽ വല്ലാണ്ട്
അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ജനത, പ്രിയപ്പെട്ട ദൈവജനമേ, നമുക്ക് ഒരുമിച്ച് ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കാം. ഈ ഭാരത സഭയ്ക്കു വേണ്ടി ദൈവമേ, അങ്ങയുടെ ശക്തമായ സംരക്ഷണം ഈ മഹാമാരിയുടെ നടുവിൽ ഈ ദേശത്തിന്റെ മേൽ ഉണ്ടാകുവാൻ നമുക്ക് ആഗ്രഹിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷയുടെ ഈ സമയം പ്രത്യേകമായി ഭാരത ജനതയെ മുഴുവൻ സങ്കീർത്തനം 91 സംരക്ഷണത്തിലേക്ക് നമ്മൾ സമർപ്പിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ ശ്രദ്ധിക്കുക. തുടർന്നുള്ള ഈ സമർപ്പണ പ്രാർത്ഥനയിൽ നമ്മുടെ ആരാധനയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണിത്. സങ്കീർത്തനം 91 സംരക്ഷണതയിലേക്ക് ഈ മഹാമാരിയുടെ ദുരിത കാലഘട്ടത്തിൽ ഈ ഭാരതത്തിലെ ദൈവജനത്തെ മുഴുവൻ ചേർത്ത് വെച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഭവനങ്ങളിലും മറ്റ് സ്ഥലങ്ങളിലുമായിട്ട് ആയിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരും ഈ സങ്കീർത്തനം ഇവിടെ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ചേർന്ന് പ്രാർത്ഥിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 91. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം. നിന്റെ വലതുവശത്ത് 10,000-ങ്ങളും. എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നിവാസമർപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല. ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കുവാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെ മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ഹല്ലേലൂയ. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കേ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഇടം എവിടെ തന്നെയാണെങ്കിലും നീ വിശ്വസിക്കുക, ദൈവം ഇതാ ഭാരത ജനതയ്ക്കു വേണ്ടി സംരക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരുക്കിയിരിക്കുന്ന സമയമാണ്. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നന്നായി ഒരു നിമിഷം യേശുവേ എന്ന് വിളിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു ആരാധന, 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 ആന്തര ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ടവരെ, ലോകത്തെ ഏറ്റവും വലിയ ഈ ജനാധിപത്യ രാജ്യം ഭരണഘടനാപരമായിട്ടുള്ള സുഗമമായ നടത്തിപ്പിന് വേണ്ടി നമുക്കറിയാം 28 സംസ്ഥാനങ്ങളായി വിഭജിച്ചിരിക്കുന്നു. 8 കേന്ദ്ര സംസ്ഥാന പ്രദേശങ്ങളുണ്ട്. ഈ സമയത്ത് ഈ 28 സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, കേന്ദ്രഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. നീ ഒരുപക്ഷെ ഏത് ദേശത്ത് ഇപ്പോൾ വസിക്കുന്നുണ്ടെങ്കിലും നീ ഒരു കാര്യം ഓർപ്പിക്കുക, നീ വസിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിനക്ക് ഒരു കടമയുണ്ട്. Praise the Lord. Hallelujah. 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 ഭരണാധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിനക്ക് ഒരു കടമയുണ്ട്. നീ പ്രാർത്ഥിച്ചില്ലെങ്കിൽ പിന്നെ ആര് പ്രാർത്ഥിക്കും? അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് നമ്മുടെ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമുക്കറിയാം, ഇത്രമാത്രം വ്യത്യസ്തതകളുള്ള മറ്റൊരു ദേശം ഈ ഭൂമിയിലുണ്ടോ? വ്യത്യസ്തമായ ഭാഷകൾ. ഈ ഒരു രാജ്യത്തില് 28 സംസ്ഥാനങ്ങളിലായിട്ട് പടർന്നു കിടക്കുന്നത് വ്യത്യസ്തതകളാണ്. വ്യത്യസ്തമായ ഭാഷകൾ, വ്യത്യസ്തമായിട്ടുള്ള രീതികൾ, സംസ്കാരങ്ങൾ. പ്രിയപ്പെട്ടവരെ, ഈ വ്യത്യസ്തതകളെല്ലാം യേശുവിനോട് ചേർത്ത് നമ്മൾ സമർപ്പിക്കുകയാണ്. Praise the Lord. Hallelujah. 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 ഒരുപക്ഷേ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവർ കേരളം എന്ന് പറയുന്ന മലയാള രാജ്യത്ത് മാത്രമായിരിക്കുന്നവരുണ്ടാവും. ഒരുപക്ഷെ യാത്രയിൽ മറ്റ് സംസ്ഥാനങ്ങൾ കണ്ടും കേട്ടും പരിചയിച്ചിട്ടുള്ളവരുണ്ടാവും. ചില മറ്റ് സംസ്ഥാനങ്ങൾ താമസിക്കുന്നവരുണ്ടാവും. നീ പ്രാർത്ഥിക്കേണ്ടത് ചുറ്റുവട്ടത്തുള്ള സംസ്ഥാനങ്ങൾക്ക്, മറ്റ് മതത്തിൽപ്പെട്ടവര്, അതോടൊപ്പം തന്നെ ഭാഷ സംസാരിക്കുന്നവര് സ്നേഹത്തിൽ ചേർത്ത് വെക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. Praise the Lord. Hallelujah. 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 സ്നേഹത്തിൽ ചേർത്ത് വെക്കപ്പെടണം. ഈ സ്നേഹം അത് ദൈവം നൽകുന്നതാണ്. ദൈവം നൽകുന്ന സ്നേഹത്തിൽ ചേർത്ത് വെക്കപ്പെടട്ടെ. സാധിക്കുമെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ വലതുകരം പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചേ, ഇടതുകരം നെഞ്ചോട് ചേർത്ത് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. ഈ സമയം ഈ ഭാരത ഭൂവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. വളരെ പ്രത്യേകമായിട്ട് ഓരോ സംസ്ഥാനങ്ങളെയും സമർപ്പിച്ച് പേരെടുത്തു പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ആന്ധ്രാപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, അരുണാചൽ പ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആസാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ബീഹാറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയത്ത് ദൈവത്തിന്റെ ആത്മാവ് ഈ സംസ്ഥാനങ്ങളിലേക്ക് അത്ഭുതകരമായിട്ട് ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദൈവശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഛത്തീസ്ഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗോവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഗുജറാത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹരിയാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹിമാചൽ പ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ജാർഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കർണാടകയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, കേരള മണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മധ്യപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മഹാരാഷ്ട്രയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മണിപ്പൂരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മേഘാലയയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, മിസോറാമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നാഗാലാൻഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒഡീസയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പഞ്ചാബിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, രാജസ്ഥാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, സിക്കിമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തമിഴ്നാടിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, തെലങ്കാനയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ത്രിപുരയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉത്തർപ്രദേശിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഉത്തരാഖണ്ഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, വെസ്റ്റ് ബംഗാളിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ഇപ്പോൾ ഈ ആരാധന നടത്തപ്പെടുമ്പോൾ ഈ സംസ്ഥാനങ്ങളിലേക്ക് ദൈവ സ്നേഹം, സമാധാനം, കൃപ, ദൈവ പുണ്യങ്ങൾ വ്യാപരിക്കപ്പെടാൻ വേണ്ടി ദൈവജനമേ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ, ആമേൻ. ഐക്യത്തിൽ വളർന്നിടട്ടെ. ഈ സമയം പ്രാർത്ഥിക്കുന്നു. സ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. സ്നേഹത്താൽ നിറയപ്പെടട്ടെ. ഐക്യത്തിൽ വളർന്നിടട്ടെ. ചേർന്ന് പാടിക്കേ. സ്നേഹത്താൽ, സ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. ആമേൻ, ആമേൻ. ഐക്യത്തിൽ വളർന്നിടട്ടെ. യേശുവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിറഞ്ഞിടട്ടെ. നിറഞ്ഞിടട്ടെ. ഐക്യത്തിൽ വളർന്നിടട്ടെ. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഇതാ 8 കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആൻഡമാൻ നിക്കോബാർ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു.
ചണ്ഡീഗഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ധമന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ. ഡൽഹി ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഹല്ലേലൂയ. ജമ്മു കാശ്മീരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പോണ്ടിച്ചേരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ലഡാക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അങ്ങയുടെ അത്ഭുതകരമായ സംരക്ഷണം ഈ ഭാരത ഭൂവിന് ചുറ്റും കർത്താവേ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കട്ടെ. ജോബിനും ജോബിന്റെ വസ്തുക്കൾക്കും സ്വത്തിനും അവന്റെ ദേശത്തിനും ചുറ്റും കോട്ട കെട്ടിയതുപോലെ കർത്താവേ ഒരു കോട്ട കെട്ടി സംരക്ഷിക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ സമയം പ്രാർത്ഥിക്കുകയാണ് എല്ലാവരും. 139 കോടി ജനത. ദൈവമേ, അങ്ങയുടെ ജീവൻ സമ്മാനമാണല്ലോ ഈ ദേശത്തിന്. ഈ 139 കോടി ജനതയെയും അങ്ങയുടെ കൈകളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഭാരത ഭൂവിനെ സംരക്ഷിക്കുന്ന 3 പ്രധാനപ്പെട്ട സംരക്ഷണ മേഖലകളെ ഈ സമയം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യൻ ആർമി, അതാ കര സൈന്യം. കർത്താവേ, ഈ ഭാരതത്തിന് ചുറ്റും കരസൈന്യം നിലനിന്ന് സംരക്ഷണം ഉറപ്പിക്കുന്നു. ഇതാ പട്ടാളത്തിലുള്ള സകലർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, അവരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ സമയം ഞങ്ങൾ ഇന്ത്യൻ നേവിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാവിക സൈന്യം, കർത്താവേ, അങ്ങയുടെ അത്ഭുതകരമായ കൃപ നാവിക സൈന്യത്തിലുള്ള സകലരിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ഇന്ത്യൻ എയർഫോഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വായു സൈന്യത്തിന്റെ മേൽ അത്ഭുതകരമായ കൃപ, ഇവരുടെ എല്ലാ കുടുംബങ്ങളുടെ മേൽ, ഇവരെ നിയന്ത്രിക്കുന്ന ഓരോ മേഖലകളുടെ മേൽ കർത്താവേ അത്ഭുതകരമായിട്ടുള്ള ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. അത്ഭുതകരമായ ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. Let us pray for India. Let us pray for India. Amen, amen, amen. Hallelujah. കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗോവ, മഹാരാഷ്ട്ര, ഛത്തീസ്ഗഡ്, ഒറീസ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ബംഗാൾ, സിക്കിം, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ബീഹാർ, അരുണാചൽ, ആസാം, മേഘാലയ, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദിയു, നാഗർ ഹവേലി, ആൻഡമാൻ നിക്കോബാറും ചണ്ഡീഗഡും സ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. സ്നേഹത്താൽ നിറയട്ടെ എല്ലാ ദൈവജനവും സ്നേഹത്താൽ വളർന്നിടട്ടെ. ഈ സമയം തന്നെ വളർന്നിടട്ടെ. ആമേൻ, ആമേൻ. സ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. ഭാരതം ഐക്യത്തിൽ വളർന്നിടട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭാരത ഭൂവിലെ നമ്മുടെ ജുഡീഷ്യറി സിസ്റ്റത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. സുപ്രീം കോടതിയെ സമർപ്പിക്കുന്നു. എല്ലാ നേതാക്കന്മാരെയും പ്രത്യേകം ഓർക്കുകയാണ്. ദൈവമേ, അങ്ങാണ് അധികാരം സ്ഥാപിച്ചിരിക്കുന്നത്, അങ്ങാണ് അന്തിമമായ തീരുമാനമെടുക്കുന്നത്. പ്രത്യേകിച്ച് സുപ്രീം കോടതി ജഡ്ജസിനെ സമർപ്പിക്കുന്നു, ഹൈക്കോടതിയെ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സബോർഡിനേറ്റ് ആയിട്ടുള്ള എല്ലാ കോർട്ടുകളെയും കോടതികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി, അങ്ങയുടെ നന്മ, അപ്രകാരം തീരുമാനമെടുക്കുന്ന നീതി വ്യാപനത്തിലേക്ക് കടന്നു വരട്ടെ. ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്, സകല നീതി പാലകരുടെ മേലും ദൈവത്തിന്റെ അത്ഭുത കൃപ കടന്നു വരുവാൻ, നന്മയ്ക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള അഡ്വക്കേറ്റ്സിനെ ഈ ഭാരത ഭൂവിന് സമ്മാനിക്കണമേ. പാവങ്ങൾക്ക് വേണ്ടി നിലകൊള്ളാനുള്ള അഡ്വക്കേറ്റ്സിനെ കർത്താവേ ഈ ഭാരത ഭൂവിന് സമ്മാനിക്കണേ. ജുഡീഷ്യറി സിസ്റ്റത്തെ മുഴുവൻ കർത്താവേ അങ്ങയുടെ കരുണയ്ക്ക് കീഴിൽ സമർപ്പിക്കുന്നു. നീതിക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി, ധർമ്മത്തിന് വേണ്ടി നിലകൊള്ളാനുള്ള ശക്തി കർത്താവേ ഭാരത ജുഡീഷ്യറി സിസ്റ്റത്തിലേക്ക് ചൊരിയപ്പെടട്ടെ. സ്നേഹത്തിൽ നിറഞ്ഞിടട്ടെ. ആമേൻ. ഐക്യത്തിൽ വളർന്നിടട്ടെ. ഓ ദൈവമേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നേഹത്തിൽ നിറഞ്ഞിടട്ടെ. ഭാരതം ആമേൻ. ഐക്യത്തിൽ വളർന്നിടട്ടെ. സ്നേഹത്താൽ, സ്നേഹത്താൽ നിറഞ്ഞിടട്ടെ. ഐക്യത്താൽ, ഐക്യത്താൽ വളർന്നിടട്ടെ. Praise the
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തെ ഭരിക്കുന്ന ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്കതിനുള്ള വലിയൊരു കടമയുണ്ട്. രാഷ്ട്രീയം നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടില്ല, അതിനപ്പുറം ഭരണകർത്താക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? പിശാച് കടന്നുകൂടും. പ്രിയപ്പെട്ടവരെ, ഭരണകർത്താക്കളിൽ ദൈവത്തിന്റെ നന്മ വസിച്ചാൽ അവരിലൂടെ ദേശം മുഴുവൻ ഈ നന്മ വ്യാപരിക്കും. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ഭാരതത്തിന്റെ രാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഉപരാഷ്ട്രപതിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, പ്രധാനമന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ആഭ്യന്തര മന്ത്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് കേന്ദ്ര മന്ത്രിസഭയെ മുഴുവൻ ഓ ദൈവമേ, ഈ അൾത്താരയിലേക്ക് ചേർത്ത് വെക്കുന്നു. എല്ലാ MP-മാരെയും സമർപ്പിക്കുകയാണ്. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട എല്ലാ മന്ത്രിമാരിലേക്കും എല്ലാ MP-മാരിലേക്കും രാഷ്ട്രീയ പ്രവർത്തകരിലേക്ക് വ്യാപരിക്കപ്പെടാൻ, ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി നിറയപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. ഈ സമയം എല്ലാ ഗവർണർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ അത്ഭുത ശക്തി കടന്നു ചെല്ലട്ടെ, തിന്മയുടെ മേഖലകളെ കെട്ടുപൊട്ടിക്കട്ടെ, ദൈവത്തിന്റെ ആത്മാവ് വ്യാപരിക്കപ്പെടട്ടെ. ഓ ദൈവശക്തി പറന്നിറങ്ങട്ടെ. എല്ലാ സംസ്ഥാനങ്ങളെയും ഭരിക്കുന്ന മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ മന്ത്രിസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. MLA-മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ സമയം കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഭാരത ഭൂമിയിലുള്ള എല്ലാ രാഷ്ട്രീയ പ്രവർത്തകന്മാരും ദൈവ നന്മയിൽ ആശ്രയിച്ച് വിശ്വാസത്തിൽ ഉറച്ചു നിന്ന് നന്മ പകരുന്ന ദൈവജനമായി മാറ്റണമേ. കരങ്ങൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ, ജ്ഞാനം നൽകണമേ പരിശുദ്ധാത്മാവേ, ഐക്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ഐക്യം നൽകണമേ പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ, സ്നേഹം നൽകണമേ പരിശുദ്ധാത്മാവേ, നൽകണമേ പരിശുദ്ധാത്മാവേ, ഐക്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ഐക്യം നൽകണമേ പരിശുദ്ധാത്മാവേ, ഐക്യം നൽകണമേ പരിശുദ്ധാത്മാവേ. പ്രിയപ്പെട്ടവരെ, വളരെ പ്രത്യേകമായി ഭാരതത്തിന്റെ ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്താ? ഈ മഹാമാരിയുടെ നടുവിൽ തൊഴിൽ നഷ്ടപ്പെട്ടവർ, സാമ്പത്തികമായിട്ട് നട്ടം തിരിയുന്ന ഒട്ടനവധി മക്കൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തിൽ ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടമയുണ്ടെന്ന് മറക്കരുത്. കണ്ണുനീരോടുകൂടെ തമ്പുരാന്റെ പക്കൽ ഈ നാളുകൾ നമ്മൾ തീഷ്ണതയോടെ പ്രാർത്ഥിക്കണം. ഈ മഹാമാരിയുടെ നടുവിൽ ഒത്തിരി മക്കള് കഷ്ടപ്പാടിലാണ്. ജോലി നഷ്ടപ്പെട്ട്, ഒത്തിരി ബിസിനസ്സുകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നവർ അതെല്ലാം നഷ്ടപ്പെട്ട് ഇനി എന്തു ചെയ്യണമെന്നറിയാതെ കഷ്ടപ്പെടുന്നവർ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന ഈ സമയം ഈ ഭാരത ഭൂവിന്റെ സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി സമർപ്പിക്കാം. അനേകം തൊഴിൽ മേഖലകൾ തുറക്കപ്പെടാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം, കർഷകർ ഈ മണ്ണിൽ അധ്വാനിക്കുന്ന ദൈവജനമാണ്. കർഷകർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് അന്നം തരുന്നവര് കർഷകരാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ അരിമണി കഴിക്കുമ്പോഴും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും കൂടെയുള്ള, അവരുടെ കഷ്ടപ്പാടിനെ ഓർക്കാനുള്ള ഒരു ദൗത്യം നമുക്കുണ്ട്. കർഷക സമരം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. കർഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പാടങ്ങളില് കഷ്ടപ്പെടുന്ന, രാത്രിയും പകലുമില്ലാതെ കഷ്ടപ്പെടുന്ന എല്ലാ കർഷകർക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, ഒരു ദേശം നിലനിൽക്കുന്നത് വ്യത്യസ്തമായ ജോലിയും വ്യത്യസ്തമായ ജീവിത വഴികളിലൂടെയുമാണ്. ഈ സമയം പ്രാർത്ഥിക്കുമ്പോൾ ഈ ഭാരത ഭൂവിന്റെ സാമ്പത്തിക മേഖലകളെ നിലനിർത്തുന്ന, ജീവിതത്തെ നിലനിർത്തുന്ന ഓരോ മേഖലകളെയും
ഈ സമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ വ്യത്യസ്തമായ നിയോഗങ്ങൾ കർത്താവ് ഓർമ്മിപ്പിച്ചു തരുന്നുണ്ടാവും. ആ നിയോഗങ്ങൾ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമോ. ദൈവമേ, ഇന്ന മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് പരിചയമുള്ള ചില ദേശങ്ങളുണ്ടാവും, അവിടെയൊക്കെ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങളുണ്ടാവും. ഈ സമയം അവയെല്ലാം സമർപ്പിക്കുക. മതത്തിന്റെ പേരിലുണ്ടാവുന്ന കലഹമാവാം, ചിലപ്പോൾ ഭാഷയുടെ പേരിലുണ്ടാവുന്ന കലഹമാവാം, ചിലപ്പോൾ ജാതിയുടെ പേരിലുണ്ടാവുന്ന, വർഗങ്ങളുടെ പേരിലുണ്ടാവുന്ന കലഹങ്ങളാവാം. യേശുവേ, ഈ അൾത്താരയിലോട്ട് അവയെല്ലാം ചേർത്ത് വെക്കുകയാണ്. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്ക് ഞങ്ങളത് ചേർത്ത് വെക്കുന്നു. കർത്താവ് ഇടപെടണം, കർത്താവ് ഇടപെടണം. സ്നേഹം കൊണ്ട് ഈ ദേശത്തെ പൊതിയണം, സ്നേഹം കൊണ്ട് പൊതിയണം. വളരെ പ്രത്യേകമായിട്ട് മറക്കാതെ നമ്മൾ പ്രാർത്ഥിക്കണം വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രാർത്ഥന കടന്നു വരണം. പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ബിസിനസ്സായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ പ്രാർത്ഥന, ദൈവമേ, വിദ്യാഭ്യാസ മേഖലകൾക്ക് വേണ്ടി കച്ചവടത്തിനേക്കാൾ ഉപരിയായി അവിടെ ജ്ഞാനം കൊടുക്കുന്ന ഒരിടമാക്കി ദൈവമേ അങ്ങ് മാറ്റണമേ, അങ്ങ് മാറ്റണമേ. നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങളും പരിശുദ്ധ അൾത്താരയിലേക്ക് നീട്ടിപ്പിടിക്കുക. നിന്റെ മനസ്സിൽ കടന്നു വരുന്ന ഓരോരോ മേഖലകളെയും തമ്പുരാന്റെ കൈകളിലേക്ക് സമർപ്പിക്കുക. ദൈവമേ, ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അത്ഭുതകരമായ ദൈവിക ഇടപെടൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഈ ഭാരത ഭൂമിയിലെ IT സെക്ടറിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാ സയന്റിസ്റ്റിനെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സമയം ദൈവമേ, അങ്ങയുടെ അതിശക്തമായ കൃപ എല്ലാ ടീച്ചേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ വ്യക്തികളിലേക്ക് സമർപ്പിക്കുന്നു. കണ്ണുനീരിലായിരിക്കുന്ന, ദാരിദ്ര്യത്തിന്റെ പീഡയിലൂടെ കടന്നു പോകുന്ന അനേക ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഓ ദൈവമേ, ജോബിനും ജോബിന്റെ കുടുംബത്തിനും ദേശത്തിനും ചുറ്റും സംരക്ഷണ വേലി കെട്ടിയ ദൈവമേ, ഈ സമയം അതേ സംരക്ഷണം ഭാരത ഭൂമിക്ക് ചുറ്റും കർത്താവ് ഒരുക്കണമേ. ആരാധന, 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 ആരാധന. ഓ ദൈവമേ, അങ്ങയുടെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹം. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ആമേൻ. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടും. ജോലിയിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. അനുഗ്രഹിക്കപ്പെടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ഒരു മാധ്യമത്തിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. ദൈവം ഒരുക്കിയ വലിയൊരു ശുശ്രൂഷ വഴിയിലൂടെയാണ് നിങ്ങളിപ്പോൾ പങ്കെടുക്കുന്നത്. മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഈ ഭാരത ഭൂവിലുള്ള എല്ലാ മാധ്യമങ്ങളെ ഓർക്കുക. നന്മയ്ക്ക് വേണ്ടി, സത്യത്തിന് വേണ്ടി നിലകൊള്ളേണ്ട മാധ്യമങ്ങൾ. എന്നാൽ പലപ്പോഴും പണത്തിന് വേണ്ടിയും ചില വ്യക്തികൾക്ക് വേണ്ടിയും ചില കൂട്ടായ്മയ്ക്ക് വേണ്ടി മാത്രമായി നിലനിന്ന് വെറുപ്പും വിരോധവും ഒക്കെ കൊടുക്കുന്ന മാധ്യമങ്ങൾ ഉണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ അപ്രകാരമൊക്കെ കണ്ടിട്ടുണ്ടാവാം. നമ്മൾ പ്രാർത്ഥിക്കണം. ദൈവമേ, ഇന്നേ ദിവസം സ്വാതന്ത്ര്യം ദിനം ഞങ്ങൾ ഇന്ന് ആഘോഷിക്കുമ്പോൾ ഞങ്ങളിതാ ഹൃദയത്തോട് ചേർത്ത് പരിശുദ്ധ അൾത്താരയിലേക്ക് ഈ ഭാരത ഭൂവിലെ എല്ലാ മാധ്യമങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ ടെലിവിഷൻ ചാനലുകളെ സമർപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയെ സമർപ്പിക്കുന്നു. വാട്സപ്പ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയിട്ടുള്ള ഒത്തിരിയേറെ സോഷ്യൽ മീഡിയയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വാതന്ത്ര്യം ദുരുപയോഗിക്കപ്പെടുന്ന ഒത്തിരിയേറെ മേഖലകൾ മാധ്യമ മേഖലയിലുണ്ട്. ഓ കർത്താവേ, ആ സ്വാതന്ത്ര്യം മറ്റുള്ളവരുടെ അനുഗ്രഹത്തിന് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവേ അങ്ങ് ഒരുക്കണമേ, അങ്ങ് ഒരുക്കണമേ. Let us pray for India. Let us pray for India. Let us pray for India. ആരാധന, 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 Pray for India, pray for India, pray for India. ചേർന്ന് പാടിക്കേ. Pray for India, pray for India, pray for India. Pray for India. Pray for India, pray for India, pray for India. Amen, amen. Pray for India, pray for India, pray for India. ഒരിക്കൽ കൂടെ പാടാം. You love India, I
India, we love India. ആമേൻ ആമേൻ. Pray for India, pray for India, pray for India. ആമേൻ. You love India, I love India, we love India. ആമേൻ. Pray for India, pray for India, pray for India. मेरा इंडिया तेरा इंडिया अपना इंडिया. ആമേൻ. Pray for India, pray for India, pray for India. ആമേൻ ആമേൻ. मेरा इंडिया तेरा इंडिया अपना इंडिया. ആമേൻ ആമേൻ. Pray for India, pray for India, pray for India. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, വ്യത്യസ്തമായ നിയോഗങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ കർത്താവ് ഓർമ്മപ്പെടുത്തി തരുന്നുണ്ട്. ആ ഓരോ നിയോഗങ്ങളും അതെന്തു തന്നെയും ആയിക്കൊള്ളട്ടെ, ഇത് അൾത്താരയിലോട്ട് ചേർത്ത് വയ്ക്കുക. കാരണം അൾത്താരയാണ് നമുക്ക് ഉത്തരം നൽകുന്നത്. വെറുപ്പും വിരോധവും വിമർശനവും നമ്മുടെ ജീവിതത്തെ അത് നന്മയിലേക്ക് നയിക്കുന്നില്ല, മറിച്ച് അതെപ്പോഴും നമ്മളെ പീഡയിലേക്കും ദുഃഖത്തിലേക്കുമാണ് നയിക്കുന്നത്. ആശയപരമായി ചില കാര്യങ്ങളിൽ വ്യത്യസ്തതകൾ പല മേഖലകളോടും ബന്ധപ്പെട്ട് നമുക്കുണ്ടാവാം. അപ്പോഴൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് ഈ ദിനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കർത്താവ് നമ്മുടെ മുമ്പിൽ സത്യം വെളിപ്പെടുത്തി തരും. എതിർക്കുകയും അസ്വസ്ഥപ്പെടുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ രൂപപ്പെടുന്നത് അത് പരിശുദ്ധാത്മാവല്ല, മറിച്ച് അസ്വസ്ഥതയുടെ ഒരു ദുരാത്മാവാണ്. എന്നാൽ പ്രാർത്ഥിക്കുന്തോറും, ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ പ്രാർത്ഥിക്കുന്തോറും നമ്മുടെ മുമ്പിൽ അത് നന്മ, സ്നേഹം നമുക്ക് വെളിപ്പെടുത്തി തരും. Praise the Lord. Hallelujah. 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 പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഭാരത മണ്ണിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പ്രതിഷ്ഠിക്കാം. നമ്മുടെ ഉള്ളിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും സംശയങ്ങളും ചോദ്യങ്ങളും ഒക്കെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് വയ്ക്കാം. അമ്മേ മാതാവേ, ഞങ്ങളുടെ മനസ്സിലുള്ള എല്ലാ സങ്കടങ്ങളും ദാ ഈ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് പുത്രനായ യേശുവിന്റെ കൃപയ്ക്ക് കീഴിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ദൈവമേ, അത്ഭുതകരമായി ഞങ്ങളുടെ ഈ ഭാരതത്തിന് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. നമുക്കൊരു നിമിഷം ചേർന്ന് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. Hallelujah, hallelujah, hallelujah. ओ माँ मेरी माता मुझे यीशु की माता. ओ माँ मेरी माता मुझे यीशु ने दिया माँ. ओ माँ मेरी माता मुझे यीशु की माता. ओ माँ मेरी माता मुझे यीशु ने दिया माँ. आवे मरिया कुंवारी माता. ആവേ മരിയ, ആവേ മരിയ കുവാരി മാതാ. അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ. അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തന്നൊരമ്മേ. ആവേ മരിയ കന്യാമാതാവേ. ആവേ മരിയ കന്യാമാതാവേ. ആവേ മരിയ കന്യാരി മാതാ. ആവേ മരിയ കുവാരി മാതാ. ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാൻ. പ്രിയമുള്ളവരെ, Praise the Lord. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോഹണ തിരുനാള് നമ്മൾ ആഘോഷിക്കുന്ന, ആഗോള സഭ ആഘോഷിക്കുന്ന ഇതേ ദിവസം തന്നെ നമ്മുടെ മാതൃരാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം നമ്മൾ ആഘോഷിക്കുകയാണ്. നമുക്ക് ഭാരതത്തെ പരിശുദ്ധ അമ്മയോടൊപ്പം
സ്വർഗത്തിന് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ജെറമിയ പ്രവചനത്തിൽ കർത്താവിന്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. നിങ്ങളുടെ നന്മ ആ ദേശത്തിന്റെ സമൃദ്ധിയെ ആശ്രയിച്ചിരിക്കും. പ്രിയമുള്ളവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും നിങ്ങളും നമ്മൾ ആയിരിക്കുന്ന ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇന്ത്യ, ഭാരതം എന്ന മഹാരാജ്യം, കർത്താവിന്റെ മനസ്സിലുള്ള രാജ്യം, കർത്താവിന് വലിയ പ്ലാനും പദ്ധതിയുമുള്ള രാജ്യം. നമുക്ക് നമ്മുടെ മാതൃരാജ്യത്തെ സ്നേഹത്തോടു കൂടി സമർപ്പിക്കാം. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്ടറുകളെ നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, IFS, IPS, IAS തുടങ്ങിയ എല്ലാ സെക്ഷനുകളും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാം. അവരാണ് നമ്മുടെ രാജ്യത്തിന്റെ അഡ്മിനിസ്ട്രേഷൻ വിങ് കൈകാര്യം ചെയ്യുന്നത്. അവരുടെ മേൽ കർത്താവിന്റെ ജ്ഞാനം കടന്നു വരുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കണ്ടേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജ്ഞാനം പകരണമേ, അറിവ് നൽകണമേ കർത്താവേ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. ജീസസ്, ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, pray for India. ആമേൻ, ആമേൻ. Pray for India, pray for India, pray for India. യേശുവേ, യേശുവേ. Pray for India, pray for India, pray for India. Pray for India, pray for India, pray for India. You love India, I love India, we love India. You love India, pray for India, pray for India. You love India, I love India, we love India. Pray for India, pray for India, pray for India. मेरा इंडिया, तेरा इंडिया, अपना इंडिया. Pray for India, pray for India, pray for India. मेरा इंडिया, तेरा इंडिया, अपना इंडिया. Pray for India, pray for India, pray for India. ഇവിടെ പ്രാർത്ഥിച്ചതുപോലെ 138 പരം കോടിയിൽ പരം ജനം ഉൾക്കൊള്ളുന്ന ഒരു മഹത്തായ രാജ്യം. ഈ രാജ്യത്തിൻ്റെ എല്ലാ സെക്ടറുകളും നമുക്ക് പ്രത്യേകമായി സമർപ്പിക്കാൻ. പ്രിയമുള്ളവരെ, കൃഷി, അഗ്രികൾച്ചർ നമ്മുടെ ഒരു പ്രൈം സെക്ടറാണ്. പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ എൻ്റെ പ്രിയമുള്ളവരെ, കർഷകർ കടന്നു പോകുന്ന എല്ലാ ദുരിതങ്ങളും വേദനകളും സമർപ്പിക്കാം. സകലത്തിൻ്റെയും ഉടയവനോട്, നാഥനോട് നമുക്ക് നമ്മുടെ രാജ്യത്തിന് നല്ല കാലാവസ്ഥയ്ക്കായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഒപ്പം തന്നെ നമുക്ക് വ്യവസായ മേഖല സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പ്രൈമറി, പ്രീ പ്രൈമറി എല്ലാ സെക്ഷൻ നമുക്ക് സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, കർത്താവിന്റെ കരം നമ്മുടെ ദേശത്തിന്റെ മേല്, നമ്മുടെ ദേശത്തെ ജനതകളുടെ മേല് എല്ലാ മേഖലയിലും സമൃദ്ധമായി കടന്നു വരാനായി പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, വ്യത്യസ്തങ്ങളായ സംസ്ഥാനങ്ങള്, അവിടെയുള്ള ജനങ്ങള്, അവരുടെ ജീവിത രീതികൾ, ജീവിത മാർഗങ്ങള്, എല്ലാ കുടുംബങ്ങളും സമർപ്പിക്കാം. പ്രിയമുള്ളവരെ, ഒപ്പം തന്നെ ഭാരതത്തിലെ ഏറ്റവും വലിയ ഒരു റിസോഴ്സാണ് മാൻ പവർ. പ്രിയമുള്ളവരെ, ഭാരതത്തിലെ യുവജനങ്ങളെ പ്രത്യേകമായിട്ട് ദേശത്തും വിദേശത്തും അവര് കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നു. പ്രിയമുള്ളവരെ, അവർക്ക് വേണ്ടി നമുക്ക് ഈ സമയത്ത് ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായി, കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. കർത്താവേ, ഞങ്ങളുടെ ദേശത്തെ അവിടുന്ന് കാണണമേ. കൃഷി മേഖലയെ കാണണമേ, വ്യവസായത്തെ കാണണമേ, മറ്റുള്ള എല്ലാ മേഖലകളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ഉയർത്തണമേ. കർത്താവേ, ഞങ്ങളുടെ ഹ്യൂമൻ റിസോഴ്സ് ദൈവമേ അവിടുന്ന് ഏറ്റെടുക്കണമേ. ദൈവത്തിന്റെ ജ്ഞാനം പകരണമേ, ദൈവത്തിന്റെ ശക്തി പകരണമേ, ദൈവത്തിന്റെ അറിവും ആലോചനയും പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ദേശത്തെ അനുഗ്രഹിക്കണമേ, ദേശത്തെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധാത്മാവേ പടരണമേ, പടരണമേ, വ്യാപരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ. ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. अरुणाचल, असम, मेघालय, नागालैंड, मणिपुर
മിസോറാം, ത്രിപുര, ഡൽഹി, ഹരിയാന, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ജമ്മു ആൻഡ് കാശ്മീർ, പുതുച്ചേരി, ലക്ഷദ്വീപ്, ദമൻ ആൻഡ് ദിയു, നഗർ, നാഗർ ഹവേലി, ആൻഡമാൻ, നിക്കോബാർ, ഇറങ്ങിയിടട്ടെ ഐക്യത്തിൽ വാഴട്ടെ ഭാരതം, ഇറങ്ങിയിടട്ടെ ഭാരതം, ഐക്യത്തിൽ വാഴട്ടെ. പ്രിയപ്പെട്ട ദൈവജനമേ, പരിശുദ്ധ ആരാധനയുടെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ കർത്താവ് നമ്മൾ പരസ്പരം പ്രാർത്ഥിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് ഓർമ്മപ്പെടുത്തിയത്. വളരെ പ്രത്യേകമായിട്ട് ഈ ആശീർവാദ പ്രാർത്ഥനയിൽ 139 കോടി ജനത, പ്രത്യേകം ഭാരത സഭ, ദൈവത്തിന്റെ നിയോഗമായിട്ട് ഈ ഭാരതത്തിൽ നിന്ന് തീഷ്ണതയുള്ള ദൈവജനം, ദൈവവിളികൾ ഉയർന്നു വരുവാൻ, അതിശക്തമായ ദൈവ സാന്നിധ്യം അനേകം തിരിച്ചറിയുവാൻ ഇടവരട്ടെ. പ്രിയപ്പെട്ടവരെ, അതോടൊപ്പം ഈ ഭാരതം എന്ന് പറയുന്ന രാജ്യത്തിന് ചുറ്റുവട്ടത്തുമുള്ള മറ്റ് രാജ്യങ്ങളെയും നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കും. ഒരു കാരണവശാൽ ഒരു തിന്മയും ഈ മണ്ണിനെ തൊടാതിരിക്കും. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഈ മണ്ണിൽ വ്യാപരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സുരക്ഷിതത്വം ഉണ്ടാവട്ടെ. മഹാമാരിയുടെ നടുവിൽ ദൈവം നൽകുന്ന സുരക്ഷിതത്വം പ്രഖ്യാപിച്ച് നമുക്ക് യേശുവിന്റെ ആശീർവാദം സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Pray for India, pray for India, pray for India. Pray for India, pray for India, pray for India. Pray for India, pray for India, pray for India. Pray for India, pray for India, pray for India. Pray for India, I love India, we love India. Pray for India, pray for India, pray for India. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.